ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. വനിതാ പൗരോഹിത്യം. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീഡൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയ അവസരത്തിൽ അവിടെ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് ലൂതറൻ സഭയുടെ വനിതാ മേധാവിയായിരുന്നു. പുരോഹിതന്മാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ കത്തോലിക്ക സഭയിൽ വനിതാ പൗരോഹിത്യം അനുവദിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞതിന് വിലക്ക് കൽപ്പിച്ചപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും മാർപ്പാപ്പ എന്നെങ്കിലും ഒരിക്കൽ ഈ വിലക്ക് നീക്കുമെന്ന് പ്രതീക്ഷ വനിതാ പൗരോഹിത്യവാദികൾക്കുണ്ടായിരുന്നു. 1994 ജോൺ പോൾ രണ്ടാമൻ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അത് അന്തിമ നിലപാടാണെന്നും ഫ്രാൻസിസ് പാപ്പായുടെ പ്രസ്താവന നിരാശാജനകമാണെന്നും വിമൻസ് ഓർഡിനേഷൻസ് കോൺഫറൻസ് അന്ന് അഭിപ്രായപ്പെട്ടു. ഈ വിഷയം സംബന്ധിച്ച് വേദശാസ്ത്രപരമായ പഠിപ്പിക്കൽ വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ചില സഭകളിൽ ഇപ്പോൾ വനിതകൾക്ക് പൗരോഹിത്യം കൊടുക്കുന്നതായി കാണുന്നു. അവരുടെ അഭിപ്രായത്തിൽ പുരുഷനും സ്ത്രീയും തുല്യരാണെന്നാണ്. പുരുഷ മേധാവിത്വം ഉള്ള കാലത്ത് പുരുഷന്മാരായിരുന്നു വേദശാസ്ത്രം പഠിച്ച് സ്ത്രീകൾ രണ്ടാം തരക്കാരാണെന്ന ധാരണ വരുത്തിയത്. വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരമാണ് സുവിശേഷം എഴുതപ്പെട്ടത്. അത് ദൈവാത്മാവിലും ആയിരുന്നു. ഉൽപ്പത്തി മുതൽ എഴുതപ്പെട്ട 5 പുസ്തകങ്ങളുടെ രചയിതാവ് മോശയായിരുന്നു. പുരുഷ മേധാവിത്വം സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യം ആയിരുന്നു മോശയ്ക്കെന്ന് സുബോധമുള്ള ആരും പറയുകയില്ല. പഴയ നിയമകാലം മുതലേ പാപപരിഹാര ബലി നടത്താൻ ദൈവം പുരോഹിതരെ ഏർപ്പാടാക്കിയിരുന്നു. അന്ന് ലേവി ഗോത്രത്തിൽ നിന്ന് മാത്രം ഉള്ളവരായിരുന്നു പുരോഹിതൻ. എന്നാൽ യേശു ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കേണ്ടതിനല്ല വന്നത്, അതിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ റീഫോം ചെയ്യാനും കൂടെ ആയിരുന്നു. അതിന് ഉദാഹരണമാണ് മൃഗബലികൾ മാറ്റി മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം ഉള്ള അപ്പ വീഞ്ഞുകൊണ്ടുള്ള ബലിയാക്കി മാറ്റി. യേശു ലേവി ഗോത്ര പിൻതല മുറക്കാർക്ക് നിലനിർത്തിയിരുന്ന പ്രകാരം മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു എന്ന് എബ്രായ 5:1 വെളിപ്പെടുത്തിയിരിക്കുന്നതാണ്. അതനുസരിച്ച് ലേവി ഗോത്രക്കാരുടെ യഹൂദന്മാരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം സ്ഥാനം ലഭിച്ചിരുന്നത് അവരിൽ നിന്നും നീക്കി എല്ലാവർക്കും പൗരോഹിത്യം സ്വീകരിക്കുന്നതിനുള്ള ഏർപ്പാടാക്കിയതും പുതിയ നിയമത്തിൻ്റെ ഭേദഗതിയായിരുന്നു. ഈ ഭേദഗതികൾ വനിതാ പുരോഹിതയെപ്പറ്റി ഒന്നും എവിടെയും പരാമർശിച്ചിട്ടില്ല. സഭയിൽ പുരുഷനും സ്ത്രീയും തുല്യരാണെന്ന പൗലോസിൻ്റെ അഭിപ്രായത്തെ വളച്ചൊടിച്ച് വനിതകളെ പുരോഹിത പദവിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് സാത്താൻ്റെ ഉപദേശം മാത്രമാണ്. പഴയ നിയമകാലം മുതലേ ബലികർമ്മങ്ങൾ നടത്തുന്ന പുരോഹിതരുടെ ശ്രദ്ധ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയിൽ പതിയാതെ ഇരിക്കാൻ സ്ത്രീകൾക്ക് തലമേൽ അധീനതാലക്ഷ്യം അല്ലെങ്കിൽ മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് മലാഖി 2:7 പറയുന്നതിന് കാരണം തന്നെ ഇത് ആസ്പദമാക്കിയാണ്. പുതിയ നിയമത്തിൻ്റെ 1 കൊരിന്ത്യർ 11:10 പറഞ്ഞിരിക്കുന്നതും ഇതുതന്നെയാണ്. സ്ത്രീ പുരുഷൻ്റെ തേജസ് ആകയാൽ അവൾ ധരിക്കുന്ന വസ്ത്രധാരണം നിമിത്തം ബലികർമ്മങ്ങൾ നടത്തുന്ന പുരോഹിതൻ്റെ
പ്രാർത്ഥനാ ക്രമങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെടാതെ ഇരിക്കാൻ സ്ത്രീകളെ വസ്ത്രധാരണ രീതിയിൽ ഉപദേശിക്കുന്ന ഭാഗം അവരെ പുരോഹിത പദവിയിൽ പ്രവേശിപ്പിക്കുന്നതിന് അനുവദിക്കുന്നില്ലെന്നാണ് അർത്ഥം. ആദാം ആദ്യം സൃഷ്ടിക്കപ്പെട്ടു. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും ആകുന്നു. എന്നാൽ സഭയിൽ പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനും ഇല്ല. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അതാണ് സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നത്. സ്ത്രീജനം ബലഹീന പാത്രം എങ്കിലും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ യേശു വരുത്തിയ ഭേദഗതി അനുസരിച്ച് പുരുഷപ്രജ മാത്രം നടത്തിയിരുന്ന പരിച്ഛേദന കർമ്മം മാറ്റി ശിശു സ്നാനം പുരുഷനും സ്ത്രീക്കും ഒരുപോലെയാക്കി യേശു ക്രമപ്പെടുത്തി. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുവീൻ. ക്രിസ്തു സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എഫെസ്യർ 5:22, 1 പത്രോസ് 3:1, കോരിന്ത്യർ 11:3. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതെ ഇരിക്കട്ടെ. 1 കോരിന്ത്യർ 14:34. ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു ആണെന്നും സ്ത്രീയുടെ തല പുരുഷൻ ആണെന്നും ക്രിസ്തുവിൻ്റെ തല ദൈവമാണെന്നും 1 കോരിന്ത്യർ 11:3 കാണുന്നതിൽ നിന്നും പുരോഹിതൻ്റെ പദവിയിൽ അവർ സമന്മാരാണെന്ന സാത്താൻ്റെ കൗശലബുദ്ധിയാകുന്നു. അതിനാൽ പരിപാവനമായ ബലികർമ്മങ്ങൾ നടത്തുന്നതിന് സ്ത്രീകളെ അനുവദിക്കുന്നില്ലെന്നുള്ള സത്യം നമ്മെ പഠിപ്പിക്കുന്നു. മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു. സ്ത്രീ മൂടുപടം ഇടുന്നില്ല എങ്കിൽ മുടി കത്രിച്ച് കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയാകുന്നുവെങ്കിൽ അവൾ തൻ്റെ തലയിൽ മൂടുപടം ഇടണം. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിരൂപവും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടതില്ല. സ്ത്രീയോ പുരുഷൻ്റെ തേജസ് ആകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനും ഇല്ല. ഇവിടെ ഇരുവരെയും ആരാധനയിൽ വേർതിരിച്ച് കൽപ്പിച്ചിരിക്കുന്നതിനാൽ മൂടുപടം ഇട്ട് നിൽക്കേണ്ട സ്ത്രീകൾ പൗരോഹിത്യത്തിന് ഉദ്ദേശിച്ചിട്ടില്ല എന്ന പാരമ്പര്യം ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും ഒരുപോലെ പാലിക്കുന്നവരാണ്. എന്നാൽ ആഭ്യന്തരമോ ബാഹ്യമോ പ്രാദേശികമോ ആയ മറ്റ് പ്രവർത്തന മണ്ഡലങ്ങളിൽ അവർക്ക് തടസ്സം പറയുന്നതായി വേദവചനം സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് വനിതകൾക്കുള്ള പൗരോഹിത്യം വേദാനുസരണം അല്ല എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. താങ്ക് യു.